കഴിഞ്ഞിട്ട് ഇതേ കുറച്ച് തിരക്ക് പിടിച്ച് നേരാടുന്നു കേട്ടോ. എല്ലാവരും നല്ല പണിയിലാണ്. തേജ് ഉൾപ്പെടെ നല്ല പണിയിലാട്ടോ. കാണാല്ലേ കുട്ടി ഓടി നടന്ന് പണിയെടുക്കണത്. അപ്പൊ നമ്മുടെ വീടിന്റെ മുറ്റത്തും മതിലിന്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കില്ല. അപ്പൊ കുറച്ച് മണ്ണ് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് വീടിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ഒരു സൈഡിലേ ഇവിടെ നമ്മൾ കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മണ്ണ് മാത്രം എടുത്തിട്ട് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി മുറ്റം പണി അവിടെ വൃത്തിയാക്കുമ്പോൾ അവർ വന്നിട്ട് ക്ലീൻ ആക്കും. ബാക്കി സിമെന്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ചാക്കിലാക്കുക അതൊക്കെ അവർ ചെയ്യും. പക്ഷെ നമുക്ക് ആവശ്യമുള്ള മണ്ണ് നമ്മൾ തന്നെ മാറ്റണതായിരിക്കും നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടാ. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഇത് എല്ലായിടത്തും ഫില്ലാക്കിയിട്ട് ഇടുന്നുണ്ട്. കുറച്ച് നേരം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പണി തീർക്കാൻ വേണ്ടിയിട്ട്. ഓരോ ചട്ടിയിൽ കൊടുന്നിടുമ്പോൾ കുറേ നേരം എടുക്കും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഷീറ്റ് കൊടുന്നിട്ട് അതിൽ നിറച്ചിട്ട് ഒന്നിച്ച് കൊണ്ടിടാട്ടോ ചെയ്തത്. അതുകൊണ്ട് മാത്രം പെട്ടെന്ന് പണി തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും നമ്മുടെ തേജും കൂടിയിട്ടാണ് അവിടെ ഇങ്ങനെ നീറ്റ് ആക്കണത് കേട്ടോ. പിന്നെ തിണ്ടിന്റെ മുകളിലൊക്കെ കണ്ട മണ്ണ് വീഴുന്നുണ്ട്, അതൊക്കെ തേജ് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ മേലൊക്കെ കഴുകി ഇതേ വിളക്ക് കൊളുത്തി ഏകദേശം നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണ്. വേറെ നല്ല വൃശ്ചികം 1 വിൻഷേട്ട മാല ഇടുമല്ലോ, അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് കയറ്റി നിർത്തുക കേട്ടോ. വിൻഷേട്ട അപ്പുറത്ത് സുധിച്ചേച്ചിയുടെ വീട്ടിൽ അവിടുത്തെ അച്ഛൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് അപ്പോൾ അതെന്തൊക്കെയോ നോക്കുന്നുണ്ട് നിന്നിട്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അത് റെഡിയാക്കാൻ അങ്ങനെ നിന്നോട്ടെ. പക്ഷെ നമ്മൾക്ക് റെഡിയാക്കാനൊന്നും പറ്റിയില്ല. കംപ്ലൈൻറ്റ് എന്താ നോക്കിയിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് വിളിച്ച് പറയട്ടെ ചെയ്തത്. പിന്നെ നമ്മൾ നേരെ കറുവത്തൂർക്ക് പോയി, അതായത് മാലയും മുണ്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അതൊക്കെ വിൻഷേട്ട അങ്ങനെ നോക്കുന്നുണ്ട്. ഞാനും തേജും കുറേ നേരം പുറത്ത് പോസ്റ്റായിരുന്നു കേട്ടോ. ഒന്നാമത് നല്ല തിരക്കാണ് ഷോപ്പിൻ്റെ അവിടെ. എല്ലാവരും ഇതൊക്കെ വാങ്ങാൻ വന്നേക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇതൊരു മസാല ദോശയും സാമ്പാറും ചട്നിയും ചമ്മന്തിയൊക്കെ കൂടിയിട്ട് അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് കഴിച്ചു കൂട്ടാ. ഇവിടെയും മൊത്തത്തിൽ സ്വാമിമാരുടെ തിരക്കാടുന്നു കേട്ടോ. എല്ലാവരും അമ്പലത്തിൽ നിന്ന് നേരെ വന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മസാല ദോശയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വേറെ ഒന്നല്ല, എനിക്ക് വലിയൊരു അൺബോക്സിങ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആടുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫൈനലി ആ സാധനം വാങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നല്ല കേട്ടോ, നമുക്ക് കിച്ചണിലേക്ക് ഉള്ളതാണ്. ഇംബെക്സിന്റെ ഗ്രാനൈറ്റ് കോട്ടഡ് നോൺ സ്റ്റിക് കുക്ക്വെയർ ആണ് കേട്ടോ. ഞാൻ കുറേ ഇങ്ങനെ ഒരു കോംബോ നോക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത്. ഇതിന് എത്രയോ 1000 സംതിങ് എങ്ങാണ്ടാണ്. ഞാൻ വരുമ്പോൾ ഒരു ഓഫർ കണ്ടപ്പോൾ എടുത്ത് നോക്കിയതാട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. ഞാൻ ഇതുവരെ ഓൺലൈനിൽ നിന്ന് ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ കറക്കി കുത്തി വാങ്ങിയതാണ്. പിന്നെ നല്ല കമ്പനിയാണല്ലോ ഇംബെക്സ്, അങ്ങനെ നോക്കി വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു സെറ്റ് വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു 4 പീസ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് വലുത്, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ വാൽപാത്രം പോലത്തെ ഞങ്ങൾ ഇങ്ങനെയായിട്ട് പറയാം, വാൽപാത്രം എന്നൊക്കെയാണ് പറയേ, ആ വാലുള്ള പാത്രത്തിന്. പിന്നെ അത് ഇങ്ങനെ സെറ്റാണ് കേട്ടോ വരുന്നത്. നല്ല മെറ്റീരിയലാണ്. ഞാനത് ഈ ഒരു ചെറിയ ഐറ്റം ഉണ്ടല്ലോ ഇത് ഞാൻ യൂസ് ചെയ്തു കേട്ടോ. പിന്നെ അതിലേക്ക് ഇളക്കാനുള്ള കയ്യിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ പെറ്റാണെങ്കിൽ എനിക്ക് അറിയില്ല ലിങ്ക് കിട്ടുമോ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഥവാ കിട്ടുകയാണെങ്കിൽ ഞാൻ റൈറ്റ് സൈഡിൽ എന്തായാലും ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസ്റ്റ് ആയിട്ട് വാങ്ങിക്കോ, നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു റേറ്റിന് എന്തായാലും ലാഭാട്ടോ. അപ്പോൾ ബൈ.